യെസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? ടി പി മാനേജ്മെന്റ് അല്ലെ? ടി പി മാനേജ്മെന്റ് മാത്രമല്ല, അതിൻ്റെ മറ്റൊന്ന് പരാറ്റോ അനാലിസിസ്. ടി പി മാനേജ്മെന്റും പരാറ്റോ അനാലിസിസും ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ടി പി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് അല്ലെ? ആ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഐഡന്റിഫൈയിങ് പ്രൊഡക്ടിവിറ്റി പ്രോബ്ലംസ് ആൻഡ് ടേക്കിംഗ് സ്റ്റെപ്സ് ടു സോൾവ് ദീസ് പ്രോബ്ലംസ് ആസ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി കണ്ടിന്യൂസ്ലി. അത് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാവും അല്ലെ? ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ്, ടി പി മാനേജ്മെന്റ് is concerned with identifying productivity problems and taking steps to solve these problems so as to improve the productivity continuously. There are so many factors affecting the productivity, and all such factors must be managed in way that the productivity is improved. അതിൽ വരുന്ന ആ ടി പി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഡിഫറെന്റ് ടേംസ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി, ദെൻ മാനേജ്മെന്റ്, അതുപോലെ ഇംപ്രൂവ്മെന്റ് യൂസിങ് ദ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്സ് ആയിട്ട് പറയുന്നു. ഫസ്റ്റ്, നൗ, ഹൗ, ദെൻ വേർ. ഈ കാര്യങ്ങളാണ് ഏത് ടി പി മാനേജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ പരാറ്റോ അനാലിസിസ്. എന്താണ് പരാറ്റോ അനാലിസിസ്? അവിടെ ഈ പരാറ്റോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡ് പരാറ്റോ, ഇറ്റാലിയൻ ഗ്രേറ്റസ്റ്റ് ഇക്കണോമിസ്റ്റ്, ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ് വിൽഫ്രെഡ് പരാറ്റോ discovered with the 80% of the land in the Italy അല്ല, അവിടെ ആ ഒരു എക്സ്പെരിമെന്റേഷന്റെ ബേസിലാണ് ഈ ഒരു 80-20 റൂള് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. 80-20 റൂള് ഓർമ്മ ഉണ്ടാന്ന് വിചാരിക്കുന്നു. പരാറ്റോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടെക്നിക് ബേസ്ഡ് ടെക്നിക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ 80-20 റൂൾ. ഈ 80-20 റൂളിന്റെ ബേസില് അതിന്റെ അടിസ്ഥാനത്തില് ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാൻ അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ടെക്നിക്ക് ആയിട്ടാണ് എന്ത് പരാറ്റോ അനാലിസിസ് പറയുന്നത്. ഇവിടെ 80-20 റൂൾ എന്ന് പറയുമ്പോൾ അതാണ് ഫേമസ് ഗ്രേറ്റസ്റ്റ് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡ് പരാറ്റോ ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള 80-20 റൂൾ ആയതുകൊണ്ടാണ് അതിനെ പരാറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് 80% ഒരു പ്രോജക്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെറും 20% ആളുകൾക്ക് മാത്രമേ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവൂ എന്നുള്ളതാണ്. അതായത് വെറും 20% ആളുകൾ മാത്രമേ 80% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സില് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പ്രോസസ്സില് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് എന്ത് 80-20 റൂൾ ആയിട്ട് പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനാലിസിസ് ആയതുകൊണ്ടാണ് എന്ത് പരാറ്റോ അനാലിസിസ് എന്ന് ഇത് പറയുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. പരാറ്റോ അനാലിസിസിന്റെ സ്റ്റെപ്സ്: ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ പ്രോബ്ലം ഓർ പ്രോബ്ലംസ്, then list or identify the causes of the issue or problems, then score the problems, then organize the problems into groups, so it's such as the customer service or the system issues. Then next, develop and implement the plan, action plan to solve these problems. Okay, then അതിന്റെ യൂസ്ഫുൾനെസ്സും പറഞ്ഞതാണ്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ്, ഈ പരാറ്റോ അനാലിസിസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ ഈ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ പരാറ്റോ അനാലിസിസിലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫസ്റ്റ് വൺ, ഡ്രോയിങ് എ പരാറ്റോ ചാർട്ട് ഈസ് ഈസി. ഈ ഒരു പരാറ്റോ അനാലിസിസിലെ പരാറ്റോ ചാർട്ട് വരക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നതാണ്. ഡ്രോയിങ് എ പരാറ്റോ ചാർട്ട് ഈസ് ഈസി. Then next, this diagram helps segregate the problems and their causes. ഈ ഒരു ഡയഗ്രത്തിലൂടെ, ഈ ഡയഗ്രം നമ്മളെ സഹായിക്കുന്ന എന്തിനാണ്? ഇറ്റ്സ് ഹെൽപ്പ് ദ segregate the problems and their causes. അതായത് ഓരോ പ്രോബ്ലംസും അതിനെ വിലയിരുത്താനും അതിന്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഒരു രീതിക്ക് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഇവിടെയുള്ള ഒരു ഡയഗ്രം എന്ന് പറയുന്നത്.
പിന്നെ നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഫോക്കസ് ഓൺ സോൾവിംഗ് ദ ഫ്യൂ കോസസ് വിച്ച് ആർ ജനറേറ്റിംഗ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പ്രോബ്ലംസ്. ഇവിടെ എത്രയും പ്രോബ്ലംസ് ഉണ്ടോ ആ പ്രോബ്ലംസിനൊക്കെ തന്നെ ജനറേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക. ആ കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാല് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനും കൂടെ ഒരു ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്ത് ഈ ഒരു പരാറ്റോ അനാലിസിസ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ പ്രോബ്ലംസ് ടു ഫോക്കസ് ആൻഡ് ഗെറ്റ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ്. ദെൻ നെക്സ്റ്റ് ദിസ് ചാർട്ട് ഹെൽപ്സ് ഇൻ ദ എന്താണ് വിഷ്വലൈസ് പ്രോബ്ലംസ്. ഈ ഒരു ചാർട്ട് പരാറ്റോ ചാർട്ട് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ആ പ്രോബ്ലംസ് വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതാണ് ഡയഗ്രാം? പരാറ്റോ ഡയഗ്രാം ഓർ പരാറ്റോ അനാലിസിസ്. Pareto chart. This chart helps in the visualize the problems quickly, and so this is the excellent visual communication tool as well as the technique of the manufacturing company. ഒരു കമ്പനിയിലെ അവിടുത്തെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ ആ പ്രോബ്ലംസ് ഒക്കെ തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു സാധാരണ നമ്മളൊരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അതിന്റെ ആർക്കൊക്കെയാണ് അതിന്റെ ക്ലയൻസ് ആരൊക്കെയാണോ ആ ക്ലയൻസിന് വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഈ പരാറ്റോ അനാലിസിസ് ഓർ പരാറ്റോ ഡയഗ്രാം ഓർ ചാർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് പരാറ്റോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇറ്റ്സ് ഡ്രോയിങ് എ പരാറ്റോ ചാർട്ട് ഈസ് ഈസി. Then next this diagram helps to segregate the problems and their causes. And next one, it helps focus on solving the few causes which are generating the maximum amount of problems. And next one, it shows the problems to focus and get the most significant improvement. And next, this chart helps the visualize problems quickly, and so that it's the excellent visual communication tool as well as the technique of this in this the Pareto diagram. Okay, these are the benefits of the Pareto analysis. ഇനി ഈ പരാറ്റോ അനാലിസിസിന്റെ ബെനിഫിറ്റ്സ് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെടുത്തു കഴിഞ്ഞാലും അതിനെന്തുണ്ടാവും ഒരു കോയിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട് അതിന്റെ പോരായ്മകൾ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് എന്താണ് ഫ്യൂ ലിമിറ്റേഷൻസ് ഓഫ് ദ പരാറ്റോ അനാലിസിസ്. ഈ പരാറ്റോ അനാലിസിസിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ഇനി പറയുന്നത്. അതിലെ ആ ലിമിറ്റേഷൻസിലെ ഫസ്റ്റ് വൺ ദ പരാറ്റോ പ്രിൻസിപ്പിൾ ഈസ്, അതായത് ഏത് ഡയഗ്രാം ആണെങ്കിലും അതുപോലെ ഏത് ചാർട്ട് വരക്കുന്നതാണെങ്കിലും ഒക്കെ തന്നെ നമ്മളൊരു ഒരു ഗ്രേറ്റസ്റ്റ് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡ് പരാറ്റോയുടെ അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ടൂള് അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഫുൾ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അതിനും എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ടാവാം. അത് ഓരോന്നിനും കുറച്ച് പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് ആ പോരായ്മകളെ നികത്തിക്കൊണ്ട് പുതിയ എണ്ണം നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത് അല്ലെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതില് ഇതിനുള്ള പോരായ്മകൾ എന്ന് പറയുമ്പോൾ പരാറ്റോ അനാലിസിസ് ഇസ് എ റൂൾ ഓഫ് തമ്പ് വിച്ച് ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ഇതെന്തായിട്ട് ഒരു യൂണിവേഴ്സൽ ലോ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അത് ഓരോ സ്ഥാപനത്തിലും എന്താണ് അതിന്റെ അവരുടെ റൂൾ ഓഫ് തമ്പായിട്ട് പറയുമെങ്കിൽ പോലും ദിസ് ഇസ് നോട്ട് എ ദ യൂണിവേഴ്സൽ ലോ. അതൊരു പോരായ്മയായിട്ട് പറയാം. ഇത് ഞാൻ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നുള്ളൂ. പറഞ്ഞ ലിമിറ്റേഷൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഹെൽപ് ടു ഫൈൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് പോവാണ്. Then through a Pareto chart can show the frequency of a problem and it cannot show the severity. Then it focuses on the past data. These are the limitations of Pareto analysis. Pinna next adinte applications of Pareto analysis aanu. Okay. ഇനി നെക്സ്റ്റ് പുതിയൊരു ഏരിയയിലേക്ക് പോവാണ്. ഈ Pareto analysis കഴിഞ്ഞാല് നെക്സ്റ്റ് പുതിയൊരെണ്ണം എന്താണ്? തിയറി ഓഫ് കൺസ്ട്രെയിൻസ്. തിയറി ഓഫ് കൺസ്ട്രെയിൻസ്, TOC എന്ന് പറയും. അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. പിന്നെ എക്സ്പ്ലെയിൻ TOC. തിയറി ഓഫ് കൺസ്ട്രെയിൻസ് നോക്കാം നമുക്ക് എന്താന്നുള്ളത്. ഈ ഒരു തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര്
എന്താണ് ഗോൾഡ്രൻ ആൻഡ് ജെ കോക്സ് എന്നുള്ള രണ്ട് വ്യക്തികൾ കൂടിയാണ് ഈ ഗോൾഡ്രൻ ആൻഡ് ജെ കോക്സ്. ആ പേര് ഓർമ്മിച്ചു വെക്കണം എന്നില്ല, എന്നാലും ഞാനിവിടെ പറയുന്നതാണ്. ഇവർ രണ്ടുപേര് കൂടി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒന്നാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഉള്ളത്, TOC. ഇനി ഈ ഒരു ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടിയുള്ളതെന്നാണ്. ഇറ്റ്സ് ഫോർ ദ അസിസ്റ്റിംഗ് പ്രൊഡക്ഷൻ മാനേജേഴ്സ്. എന്തിനാണ്? പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഇൻ റെഡ്യൂസിംഗ് മാനുഫാക്ചറിംഗ് സൈക്കിൾ ടൈം ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പൊ ഒരു പ്രൊഡക്ഷൻ ഫീൽഡിൽ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയില് അവരുടെ മാനുഫാക്ചറിംഗ് സൈക്കിൾ ടൈം കുറക്കാനും അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറച്ചെടുക്കാനും വേണ്ടിയുള്ള ഒരു പ്രൊഡക്ഷൻ മാനേജേഴ്സ് അസിസ്റ്റൻസ് ആയിട്ട് പറയാണ് TOC. TOC ഫോർ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഫോർ അസിസ്റ്റിംഗ് പ്രൊഡക്ഷൻ മാനേജേഴ്സ്. ആരെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നു ഇൻ റെഡ്യൂസിംഗ് ദ മാനുഫാക്ചറിംഗ് സൈക്കിൾ ടൈം ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. മാനുഫാക്ചറിംഗ് സൈക്കിൾ ടൈം കുറക്കുന്നു, അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറച്ചുകൊണ്ട് അവിടെ പ്രൊഡക്ഷൻ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ആണ് എന്ത്? തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തിയറി ഓഫ് കൺസ്ട്രെയിൻസിനെ കുറിച്ച് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ദേ പബ്ലിഷ്ഡ് എ ബുക്ക് എൻടൈറ്റിൽഡ് എന്താണ്? ദ ഗോൾ എ പ്രോസസ് ഓഫ് ഓൺ ഗോയിങ് ഇംപ്രൂവ്മെന്റ്. അതാണ് ടൈറ്റിൽ ആയിട്ട് വരുന്നത്. ദ ഗോൾ എ പ്രോസസ് ഓഫ് ഓൺ ഗോയിങ് ഇംപ്രൂവ്മെന്റ്. അതാണ് അതിന്റെ ടൈറ്റിൽ ആയിട്ട് വരുന്നത്. അതിലാണ് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഏതാണ്? തിയറി ഓഫ് കൺസ്ട്രെയിൻസ് പറയുന്നത്. ടെക്നിക്കായിട്ടല്ല, തിയറി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഇതിന്റെ ടൈറ്റിൽ വരുന്നത് ദ ഗോൾ എ പ്രോസസ് ഓഫ് ഓൺ ഗോയിങ് ഇംപ്രൂവ്മെന്റ്. ഇത് എൻടൈറ്റിലായിട്ട് വരുന്ന ഇതില് ഈ ബുക്കിലെ റെപ്രസെന്റ് ചെയ്യുന്ന ദ തിയറി വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് ബുക്ക്. ആ ഒരു ബുക്കിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, കുറച്ചും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി വൈഡായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് TOC is based on the assumption that every organization faces the constraints. അതായത് കുറച്ച് അസംഷൻസിന്റെ ബേസില് TOC എന്ന് പറയുമ്പോൾ ഒരു തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന തിയറിയില് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ അസംഷന്റെ ഒരു ബേസില്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ദാറ്റ് എവറി ഓർഗനൈസേഷൻ ഫേസസ് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? നമുക്കുണ്ടാവുന്ന പരിമിതികള്, ലിമിറ്റേഷൻസ്, പോരായ്മകള്. How every organization faces constraints. These constraints limit an organization from the achieving its the higher performance and goals. അപ്പൊ ആ ഒരു കൺസ്ട്രെയിൻസിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻസിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് എ ലിമിറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഫ്രം അച്ചീവിംഗ് ഇറ്റ്സ് ദ ഹയർ പെർഫോമൻസ് ആൻഡ് ഗോൾസ്. ഒരു ഓർഗനൈസേഷന്റെ അവരുടെ ഗോൾസ്, അവരുടെ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചീവിംഗ് ഇറ്റ്സ് ഹയർ പെർഫോമൻസ്. ഹയർ പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ എന്തൊക്കെയാണോ കൺസ്ട്രെയിൻസ് ആയിട്ട് വരുന്നത് ആ കൺസ്ട്രെയിൻസിനെ റെഡ്യൂസ് ചെയ്യുക. ആ എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഫോർ അസിസ്റ്റിംഗ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഇൻ റെഡ്യൂസിംഗ് ദ മാനുഫാക്ചറിംഗ് സൈക്കിൾ ടൈം ആൻഡ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ആ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ അവരുടെ ടൈം റെഡ്യൂസ് ചെയ്യുന്നു, ആ മാനുഫാക്ചറിംഗ് സൈക്കിൾ ടൈം റെഡ്യൂസ് ചെയ്യുന്നു, ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് ഏത്? തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറച്ചും കൂടെ വൈഡ് ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ്? ഈ TOC ഇസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ. ചില അസംഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തിയറി ഫോളോ ചെയ്യുന്നത്. That's every organization faces constraints. എല്ലാ സ്ഥാപനങ്ങളും ഫേസ് ചെയ്യുന്ന ചില കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ these constraints limits an organization from, ഈ കൺസ്ട്രെയിൻസുകളൊക്കെ തന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ട് from achieving its higher performance and goals. അവരുടെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യാനും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി it focus TOC theory of constraints focus on the എന്താണ് its attention on various constraints and bottlenecks.
ഇത് ഈ TOC എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ഇറ്റ്സ് അറ്റൻഷൻ ഓൺ വേരിയസ് കൺസ്ട്രെയിൻസ് ആൻഡ് ബോട്ടിൽ നെക്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ അതെന്താ ബോട്ടിൽ നെക്സ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മൊഡ്യൂളിൽ പഠിച്ചതാണ്. പരിമിതികൾ അല്ലെ, അതായത് ആ സ്ഥാപനത്തിലേക്ക് നമുക്ക് എന്തൊക്കെ പുതിയ ന്യൂ ഇന്നോവേഷൻസ് കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു എവിടെയാണോ അതിന്റെ ലിമിറ്റേഷൻസ്, പോരായ്മകള് അല്ലെങ്കിൽ പരിമിതികൾ ഉള്ളത്, അതിനെയാണ് എന്ത് പറയുന്നത്? ബോട്ടിൽ നെക്സ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് എന്നൊക്കെ ആയിട്ട് പറയും. അപ്പൊ ഇവിടെ എന്താണ്? ഇറ്റ് ഫോക്കസ് ഇറ്റ്സ് അറ്റൻഷൻ ഓൺ വേരിയസ് കൺസ്ട്രെയിൻസ് ആൻഡ് ബോട്ടിൽ നെക്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ദാറ്റ് റെസ്ട്രിക്ട് ദ പ്രൊഡക്ഷൻ വെലോസിറ്റി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു കൺസ്ട്രെയിൻസിനെ അല്ലെങ്കിൽ ബോട്ടിൽ നെക്സിനെ കണ്ടെത്തിക്കൊണ്ട് അത് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ദെൻ അതിന് വിത്തിൻ ദ ഓർഗനൈസേഷൻ ദ റെസ്ട്രിക്ട് ദ പ്രൊഡക്ഷൻ വെലോസിറ്റി, അതിനുണ്ട് അവിടെയുള്ള പ്രൊഡക്ഷൻ പ്രൊസീജിയറെ കുറച്ചും കൂടെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ TOC ടെക്നിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് പറയുന്ന ടെക്നിക് ഇറ്റ്സ് യൂസ്ഡ് ടു ഇംപ്രൂവ് സ്പീഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് ബൈ ദ പ്രൊഡക്ഷൻ വെലോസിറ്റി. അല്ലെങ്കിൽ എന്തായിട്ട് പറയാം? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ സ്പീഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് ബൈ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ഓൾ ദീസ് കൺസ്ട്രെയിൻസ്. അപ്പൊ ഈ ഒരു തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ടു ഇംപ്രൂവ് ദ സ്പീഡ് ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്, ആ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ സ്പീഡ് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാം. മാത്രമല്ല ബൈ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ദീസ് കൺസ്ട്രെയിൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കൺസ്ട്രെയിൻസ് ബോട്ടിൽ നെക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ TOC ഐഡന്റിഫൈസ് ആൻഡ് മാനേജേഴ്സ് കൺസ്ട്രെയിൻസ് ടു ഇംപ്രൂവ് ദ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. TOCയിലൂടെ ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഐഡന്റിഫൈസ് ആൻഡ് മാനേജേഴ്സ്, അതായത് മനസ്സിലാക്കുന്ന എന്തൊക്കെയാണോ കൺസ്ട്രെയിൻസ് ഉള്ളത്, അത് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ലിമിറ്റേഷൻസ്, ആ പോരായ്മകൾ, പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കൺസ്ട്രെയിൻസ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ആ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ TOC ഐഡന്റിഫൈസ് ആൻഡ് മാനേജേഴ്സ് കൺസ്ട്രെയിൻസ് ടു ഇംപ്രൂവ് ദ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നു, അതിനെ മാനേജ് ചെയ്യുന്നു. ആൻഡ് ടു ഇംപ്രൂവ് ദ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ, ഇതിലൂടെ എന്ത് ചെയ്യുന്നു? ആ പ്രൊഡക്ഷൻ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റിയും ഈ ഒരു TOCയിലൂടെ കിട്ടുന്നു. ഇറ്റ് സ്ട്രെസ്സസ് ഓൺ ഇംപ്രൂവിംഗ് സൈക്കിൾ ടൈം, eliminating constraints and increasing the speed of delivery, etc. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്താണ് ദ തിയറി ഓഫ് കൺസ്ട്രെയിൻസ്? TOC എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഓർഗനൈസേഷണൽ ചേഞ്ച് മെത്തേഡ്. ഓർഗനൈസേഷണൽ ചേഞ്ച് മെത്തേഡ് ആയിട്ടുള്ള TOC ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ പ്രോഫിറ്റ് ഇംപ്രൂവ്മെന്റ്. ഈ TOC ഫോക്കസ് ചെയ്യുന്ന എന്താണ്? മാക്സിമം, പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ് ഈ TOC ഫോക്കസ് ചെയ്യുന്നത്. തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഈസ് എൻ ഓർഗനൈസേഷണൽ ചേഞ്ച് മെത്തേഡ് ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ പ്രോഫിറ്റ് ഇംപ്രൂവ്മെന്റ്. ഇനിയിപ്പോ എന്താണ് വാട്ട് ആർ കൺസ്ട്രെയിൻസ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്തായിട്ടായിരിക്കും പറയുന്നത്? കൺസ്ട്രെയിൻസ് ദാറ്റ് ആർ എനിത്തിങ് ദാറ്റ് പ്രിവെന്റ്സ് ദ ഓർഗനൈസേഷൻ ഫ്രം മേക്കിംഗ് പ്രോഗ്രസ് ടുവേർഡ്സ് ഇറ്റ്സ് ഗോൾസ്. ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ്മെന്റിന് വേണ്ടി എന്താണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അത് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയുന്നത്? കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻസ് ആർ എനിത്തിങ് that prevents the organization from making progress towards its goal. Then manufacturing process constraints are often referred to as the bottlenecks. ഒരുപാട് bottlenecks ഉണ്ടെങ്കിൽ, കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്നുള്ളത് പ്രിവെന്റ് ചെയ്തുകൊണ്ട്, ആ ഒരു പ്രിവെന്റ് ചെയ്ത കൺസ്ട്രെയിൻസ് പരമാവധി ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒന്നാണ് എന്ത്? അതിലേക്കുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ്, TOC എന്ന് പറയുന്നത്. അപ്പൊ കൺസ്ട്രെയിൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൺസ്ട്രെയിൻസ് ആർ എനിത്തിങ് ദാറ്റ് പ്രിവെന്റ്സ് ദ ഓർഗനൈസേഷൻ ഫ്രം മേക്കിംഗ് പ്രോഗ്രസ് ടുവേർഡ്സ് ഇറ്റ്സ് ഗോൾ. In manufacturing process,
constraints are often referred to as the bottlenecks. എന്തായിട്ട് റെഫർ ചെയ്യപ്പെടുന്നത് കൺസ്ട്രെയിൻസ് പറയുമ്പോൾ കൺസ്ട്രെയിൻസ് ആർ ഓഫൺ റെഫർ ടു ആസ് ദ ബോട്ടിൽ നെക്സ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രെയിൻസ് ക്യാൻ മെനി ഓഫ് ദ ഫോംസ് ഓഫ് ദ എക്യുപ്മെന്റ്. ഇനി ഇതിന്റെ ടിഒസിയുടെ കീ മെഷേഴ്സ് ഓഫ് ടിഒസി തിയറി ഓഫ് കൺസ്ട്രെയിൻസിലെ ഇറ്റ്സ് ഫോക്കസ്ഡ് ഓൺ ദ 3 മെഷേഴ്സ്. തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോക്കസ്ഡ് ഓൺ 3 മെഷേഴ്സ് ലൈക്ക് ഫസ്റ്റ് വൺ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ ഇൻവെസ്റ്റ്മെന്റ്, തേർഡ് വൺ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് കീ മെഷേഴ്സ് ഓഫ് ടിഒസി ആണ്. തിയറി ഓഫ് കൺസ്ട്രെയിൻസിലെ ഫോക്കസ് ചെയ്യപ്പെടുന്ന അതിന്റെ 3 മെഷേഴ്സ് പറയുന്നുണ്ട്. അതിന് നമ്മൾ അറിയപ്പെടുന്ന കീ മെഷേഴ്സ് ഓഫ് ടിഒസി എന്നാണ്. KEY കീ മെഷേഴ്സ് ഓഫ് ടിഒസി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കീ മെഷേഴ്സ് ഓഫ് ടിഒസി എന്ന് പറയുമ്പോൾ ദ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഫോക്കസ് ഓൺ ദ 3 മെഷേഴ്സ്. ആ 3 മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ ഇൻവെസ്റ്റ്മെന്റ്, തേർഡ് വൺ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതിൽ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ദ സെയിൽസ് റവന്യൂ മൈനസ് ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ്. അതിനൊക്കെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞതാണ് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ദ എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? സെയിൽസ് റവന്യൂ മൈനസ് ദ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് ഫോർ ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ് സോൾഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, സെക്കൻഡ് മെഷർ ആയിട്ട് പറയുന്ന ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സം ഓഫ് കോസ്റ്റ് ഓഫ് ദ ഡയറക്ട് മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററീസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് കോസ്റ്റ്, കോസ്റ്റ് എക്യുപ്മെന്റ് ആൻഡ് ബിൽഡിംഗ്സ്. ഇതിനൊക്കെ നമുക്ക് അതിനായിട്ട് എത്രയാണോ കോസ്റ്റ് വരുന്നത് അതിനൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് ഓൾ ഓപ്പറേഷൻസ് incurred to earn the throughput contribution. All operations that is like the other than the direct material cost. Direct material cost ഒഴികെയുള്ള ബാക്കി എല്ലാ all operation cost അതാണ് the incurred to earn throughput contribution. Operating costs include the salaries and wages, rents, utilities and depreciation. These are included in the ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ വരുന്നത്? സാലറീസ് ആൻഡ് വേജസ്, ദെൻ റെന്റ്, യൂട്ടിലിറ്റീസ് ആൻഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പൊ ദീസ് ആർ ദ 3 മെഷേഴ്സ്, 3 കീ മെഷേഴ്സ് ഓഫ് ദ തിയറി ഓഫ് കൺസ്ട്രെയിൻസ്. ദേ ആർ ഫസ്റ്റ് വൺ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ ഇൻവെസ്റ്റ്മെന്റ്, തേർഡ് വൺ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇനി ഇതേപോലെ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ്സ് മെത്തഡോളജി ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടിഒസി. മെത്തഡോളജി ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടിഒസി. തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മെത്തഡോളജി എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ 2 പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. മെത്തഡോളജി ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടിഒസി എന്ന് പറയുമ്പോൾ അതില് 2 പോയിന്റ്സ് ആർ ഔട്ട്ലൈൻഡ്. 2 പോയിന്റ്സ് ലൈക്ക് ഫസ്റ്റ് വൺ സ്റ്റഡി ഇൻ ദ മാനുഫാക്ചറിംഗ് സിസ്റ്റം. ആ ഒരു ടിഒസി തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള 2 മെത്തഡോളജിയാണ് പറയുന്നത്. ഈ 2 മെത്തഡോളജിയിലെ ഫസ്റ്റ് വൺ സ്റ്റഡി ഇൻ ദ മാനുഫാക്ചറിംഗ് സിസ്റ്റം. ഒന്നാമത്തത് കറക്റ്റ് ആ ഒരു മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇറ്റ് ഷുഡ് ബി ഡിസൈൻഡ് ബിഫോർ ദ ഇംപ്ലിമെന്റിംഗ് ടിഒസി. ടിഒസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ മുമ്പേ അവിടെയുള്ള ആ മാനുഫാക്ചറിംഗ് സിസ്റ്റം കറക്റ്റ് അതിനെ ഫോളോ ചെയ്യുക, അത് പഠിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നെസസറി ടു സ്റ്റഡി അബൌട്ട് ദ പ്രോഡക്ട്സ് ആൻഡ് ദെയർ മാനുഫാക്ചറിംഗ് പ്രോസസ്, ഫാക്ടറി ലേഔട്ട്, മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് എക്സെട്ര. ഇതിനെ കുറിച്ചൊക്കെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു പഠനം നടത്തുക എന്നുള്ളതാണ് സ്റ്റഡിയിങ് ദ മാനുഫാക്ചറിംഗ് സിസ്റ്റം. And next one, second one, bottleneck identification. ബോട്ടിൽനെക്ക് ഐഡന്റിഫിക്കേഷൻ നമുക്കറിയാം എന്തൊക്കെയാണോ ലിമിറ്റേഷൻസ് ഉള്ളത്. ആ ബോട്ടിൽനെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? എ ബോട്ടിൽനെക്ക് ഈസ് എ റെസ്ട്രിക്ഷൻ ഓഫ് എ സിസ്റ്റം ദാറ്റ് ലിമിറ്റ്സ് ദ പ്രൊഡക്ഷൻ ഫ്ലോ. പ്രൊഡക്ഷൻ ഫ്ലോയെ ലിമിറ്റ് ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണോ അവിടെ റെസ്ട്രിക്ഷൻ വരുന്നത് ആ റെസ്ട്രിക്ഷൻ ആണ് ബോട്ടിൽനെക്ക് ആയിട്ട് പറയുന്നത്. അപ്പോൾ ദ കൺസ്ട്രെയിൻസ് മേ ബി ഫിസിക്കൽ വൺ സച്ച് എസ് മെഷീൻ ബട്ട് മേ ബി ദ ലിമിറ്റഡ് കപ്പാസിറ്റി ഓർ എ റോ മെറ്റീരിയൽ.
ബട്ട് ഇറ്റ് ക്യാൻ ബി ഓൾസോ ബി പോളിസി ഓർ ബിഹേവിയറൽ കൺസ്ട്രെയിൻസ്. ഒരുപാട് ചിലപ്പോൾ പോളിസിയുടെ രീതിയിലായിരിക്കാം അവിടെ റെസ്ട്രിക്ഷൻസ് വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ബിഹേവിയറൽ കൺസ്ട്രെയിൻസിന്റെ ഫോമിലായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ അവിടെ ബോട്ടിൽ നെക്സ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് വരാം. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് അതിന്റെ ഐഡന്റിഫൈങ് ദ ബോട്ടിൽ നെക്സ് ആർ അപ്ലൈഡ് ടു ദ മാനുഫാക്ചറിങ് സിസ്റ്റം. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ബോട്ടിൽ നെക്ക് ഐഡന്റിഫിക്കേഷൻ. ഫസ്റ്റ് വൺ സ്റ്റഡിയിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ദെൻ ബോട്ടിൽ നെക്ക് ഐഡന്റിഫിക്കേഷൻ. ഇവിടെ രണ്ട് മെത്തഡോളജി മാത്രമല്ല വരുന്നത്, സോറി എനിക്ക് മാറിപ്പോയതാണ്. സ്റ്റഡി ദ മാനുഫാക്ചറിങ് സിസ്റ്റം ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് വൺ ബോട്ടിൽ നെക്ക് ഐഡന്റിഫിക്കേഷൻ, ദെൻ തേർഡ് വൺ എക്സ്പ്ലോയിറ്റേഷൻ സ്ട്രാറ്റജീസ് ഓഫ് ഐഡന്റിഫൈഡ് ബോട്ടിൽ നെക്ക്. അവിടെ മൂന്നാമത്തെ പറയുന്നത് എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ സ്ട്രാറ്റജീസ്. പരമാവധി സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, മാക്സിമം അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ത്? ഐഡന്റിഫൈഡ് ബോട്ടിൽ നെക്ക്, exploitation strategies of the identified bottleneck. Then fourth one, which solution should be applied to the system. ഏത് സൊല്യൂഷൻ ആണ് ഈ സിസ്റ്റത്തില് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നാലിനാണ് എന്തിന്റെ മെത്തഡോളജി ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് TOC വരുന്നത്. ഫസ്റ്റ് വൺ സ്റ്റഡിയിങ് ദ മാനുഫാക്ചറിംഗ് സിസ്റ്റം, second one bottleneck identification, third one exploitation strategies of identified bottleneck, and next fourth one, which solution should be applied to the system. Then TOC and cost accounting procedures വരുന്നത്. അങ്ങനെ പ്രൊസീജിയേഴ്സ് ആയിട്ട് കൂടുതൽ പറയാനില്ലെങ്കിലും TOCന്റെ ജസ്റ്റ് ഇറ്റ് റെക്കഗ്നൈസ് ദാറ്റ് സം നോൺ ക്രിട്ടിക്കൽ മെഷീൻസ് ഓർ പ്രൊഡക്ഷൻ facilities will not be used to the capacity. അതിലെ TOC helps in the improving the rate of conversion of raw materials into finished products. അവിടെ എന്തൊക്കെയാണോ അതിലെ കൺവേർഷൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിനൊക്കെ തന്നെ ഒരു കൺവേർഷന്റെ സമയത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് TOCയിൽ പറയുന്നത്. ദിസ് ടെക്നിക് ഈസ് അപ്ലൈഡ് ടു ഫെസിലിറ്റേറ്റ് ദി സ്ട്രാറ്റജിക് ഇംപ്രൂവ്മെന്റ് ഇൻ പ്രൊഡക്ഷൻ ടു ഗെയിൻ ദ കോമ്പറ്റീറ്റീവ് എഡ്ജ്. ഇതില് ജസ്റ്റ് നമ്മളൊരു ത്രൂപുട്ട് ടൈം പറയുന്നുണ്ട്. ത്രൂപുട്ട് ടൈം ജസ്റ്റ് ഒരു ഇക്വേഷനിലൂടെ അത് പറയാണ്. ത്രൂപുട്ട് ടൈം ഈസ് ഈക്വൽ ടു ടൈം ബിറ്റ്വീൻ ദ റെസിപ്റ്റ് ഓഫ് എ കസ്റ്റമേഴ്സ് ഓർഡർ ആൻഡ് ദ ഡെലിവറി ഓഫ് ദ ഓർഡർ. ടൈം ബിറ്റ്വീൻ ദ റെസിപ്റ്റ് ഓഫ് എ കസ്റ്റമേഴ്സ് ഓർഡർ ആൻഡ് ദ ഡെലിവറി ഓഫ് ദ ഓർഡർ ഈസ് ഈക്വൽ ടു processing time plus inspection time plus movement time. ഇതിൽ ടൈം ബിറ്റ്വീൻ ദ റെസിപ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഓർഡർ ആൻഡ് ദ ഡെലിവറി ഓഫ് ദ ഓർഡർ എന്ന് പറയുമ്പോൾ അവിടെ ആ ടൈം ഏതൊക്കെയാണെന്നാണ് ഉള്ളത് പറയുന്നത്. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ത്രൂപുട്ട് ടൈം ഓർ സൈക്കിൾ ടൈം. ത്രൂപുട്ട് ടൈം ഓർ മാനുഫാക്ചറിംഗ് സൈക്കിൾ ടൈം ഈസ് ഈക്വൽ ടു ടൈം ബിറ്റ്വീൻ ദ റെസിപ്റ്റ് ഓഫ് എ കസ്റ്റമേഴ്സ് ഓർഡർ ആൻഡ് ദ ഡെലിവറി ഓഫ് ദ ഓർഡർ. This time is equal to processing time plus inspection time plus movement time plus waiting time plus storage time plus value added time plus non value added time. അതിൽ തന്നെ മാനുഫാക്ചറിംഗ് സൈക്കിൾ എഫിഷ്യൻസി MCE എന്ന് പറയും. മാനുഫാക്ചറിംഗ് സൈക്കിൾ എഫിഷ്യൻസി കാണുന്നതാണെങ്കിൽ ദ ബിഗിനിങ് ഓഫ് ദ സൈക്കിൾ ടൈം ഈസ് ദ പോയിന്റ് ഓഫ് ടൈം when production order is received and the finishing time is the point of time it's the delivery. Then manufacturing cycle efficiency MCE കാര്യം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞത് ത്രൂപുട്ട് ടൈം ആണ്. ത്രൂപുട്ട് ടൈം എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് ടൈം ഓർ സൈക്കിൾ ടൈം എന്ന് പറയും. ഈസ് ഈക്വൽ ടു ടൈം ബിറ്റ്വീൻ ദ റെസിപ്റ്റ് ഓഫ് എ കസ്റ്റമേഴ്സ് ഓർഡർ ആൻഡ് ദ ഡെലിവറി ഓഫ് ദ ഓർഡർ. അതിലെ ഈസ് ഈക്വൽ ടു കുറെ ടൈം ഞാൻ പറഞ്ഞു. പ്രോസസിംഗ് ടൈം പ്ലസ് ഇൻസ്പെക്ഷൻ ടൈം പ്ലസ് മൂവ്മെന്റ് ടൈം പ്ലസ് വെയിറ്റിംഗ് ടൈം പ്ലസ് സ്റ്റോറേജ് ടൈം പ്ലസ് വാല്യൂ ആഡഡ് ടൈം പ്ലസ് നോൺ വാല്യൂ ആഡഡ് ടൈം. ഇനി അതിന്റെ മാനുഫാക്ചറിംഗ് സൈക്കിൾ ടൈം MCE എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിംഗ് സൈക്കിൾ എഫിഷ്യൻസി MCE. മാനുഫാക്ചറിംഗ് സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു പ്രോസസിംഗ് ടൈം ഡിവൈഡഡ് ബൈ ത്രൂപുട്ട് ടൈം. ഈ ത്രൂപുട്ട് ടൈം അല്ലെങ്കിൽ സൈക്കിൾ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരാനാവും അല്ലെ. മാനുഫാക്ചറിംഗ് സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു പ്രോസസിംഗ് ടൈം ഡിവൈഡഡ് ബൈ എന്താണ് ത്രൂപുട്ട്
ടൈം, പ്രോസസ്സിംഗ് ടൈം ഡിവൈഡ് ബൈ ത്രൂപുട്ട് ടൈം എന്നുള്ളതാണ് മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി വരെ പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി TOC, തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് പാരേറ്റോ അനാലിസിസിന്റെ അടുത്ത ഭാഗവും പിന്നെ അതിന് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ TOC, തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്താന്നുള്ളതും അതിന്റെ ബെനിഫിറ്റ്സ്, ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ്, ദെൻ അതിന്റെ സ്റ്റെപ്സ്, കീ മെഷേഴ്സ്, മെത്തഡോളജി, ദെൻ ആൻഡ് ഇക്വേഷൻസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.